നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിന്റെ ആഴിയിൽ, അഗാധതയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദിവ്യമായ സ്നേഹത്തെ, ആ സ്നേഹത്തെ നോക്കാനുള്ള ഒരു ആഹ്വാനമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ വലിയ പ്രകാശമടിക്കുന്ന സൂര്യന്റെ പ്രകാശത്തിൽ നമ്മൾ നിൽക്കുന്ന ആ പ്രകാശത്തിൽ നിഴലുണ്ടാകുന്നത് പോലെ ആ നിഴലിനെയും നമ്മൾ ആശ്ലേഷിക്കണം. ആ നിഴലിനെയും നമ്മളൊന്ന് സ്നേഹിക്കണം. നമ്മുടെ വിഷമങ്ങളെ നമ്മളൊന്ന് സ്നേഹിച്ചു നോക്കി. അപ്പൊ ആ സൈക്കിൾ ചവിട്ടുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ വരും. സൈക്കിൾ ചവിട്ടി അതിൽ നിന്ന് വീഴുമ്പോ ഉണ്ടാകുന്ന മുറിവിനെ സ്നേഹിക്കുന്ന കുട്ടി, അപ്പൊ ആ മുറിവ് ഒരു പ്രശ്നമായിരിക്കില്ല, ആ വേദനകൾ ഒരു പ്രശ്നമായിരിക്കില്ല. ആ വേദനകളൊന്നും അല്ല സത്യം. വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അല്ല സത്യം. അതിനപ്പുറത്ത് കടലിന്റെ ശാന്തത. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നില്ലേ, ലോകത്തെ കടലിന്റെ ഏറ്റവും വലിയ ശാന്തത എന്ന് പറയുന്ന ഈ പ്രഭാതത്തെ നിങ്ങൾ കാണുന്നത് വെളിച്ചത്തിനു വേണ്ടി മാത്രമല്ല, അതിന് നിഴലുകളും ഉണ്ട്. ആ നിഴലുകളെയും നിങ്ങൾ ആലിംഗനം ചെയ്യുമ്പോൾ, നിങ്ങൾ അതിനെയും കൂടി ഒന്ന് സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ അപ്പുറത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവനെ നിങ്ങൾ കണ്ടെത്തും. പ്രിയപ്പെട്ട ഒരു പ്രണയത്തെ നിങ്ങൾ കണ്ടെത്തും. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രണയിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, പ്രണയിക്കാത്തവർക്കും കേട്ട് മനസ്സിലാവും, കണ്ടു മനസ്സിലാവും. എന്തും ത്യജിക്കാൻ തയ്യാറാവും പ്രണയത്തിന്റെ സമയത്ത് ആളുകൾ, എന്തും ത്യജിക്കാൻ തയ്യാറാവും. ആ പ്രണയം ഈ ദിവ്യമായ സ്നേഹത്തോട്, ഈശ്വരനോട്, സൃഷ്ടാവിനോട്, നമ്മൾ കണക്ട് ചെയ്യുന്ന അതിശക്തമായ ആ സൃഷ്ടാവിനോട്, ആ പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോട് ആ പ്രണയം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് ഒരു ശക്തിക്കും പിന്നെ നിങ്ങളെ തടയാൻ കഴിയും. ആ പ്രണയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾക്ക് വെറും നിസ്സാരമായ ചെറിയ ചെറിയ റോസാപ്പൂവിന്റെ മുള്ളുകൾ പോലെ ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾ മറന്നുപോയ ഒരു പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾ കയറാൻ റെഡിയായി നിൽക്കുകയാണ്. ആ പൂന്തോട്ടത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യമായ ഒരു ശാന്തത, നിത്യമായ ഒരു ആനന്ദം, വിഷമങ്ങളിലും സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അതൊക്കെ ഉള്ളപ്പോ തന്നെ അതിന്റെ എല്ലാം മേലെ നിൽക്കുന്ന, അതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ആനന്ദം, ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ വിജയം. പല പ്രോഗ്രാമുകളും പല കോഴ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലത്തെ തന്നെ പ്രോഗ്രാമിൽ പോയിട്ടുണ്ടാവും. ചില പ്രോഗ്രാം ഇതുപോലത്തെ നടക്കുന്നതിൽ നിന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ പുറകെ, ഈ യാത്രയിൽ നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. ചുരുങ്ങിയത് 7 ദിവസം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 41 ദിവസം നിങ്ങൾ പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ് തുടരണോ വേണ്ടോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം, നിങ്ങളുടെ ആഗ്രഹം പോലെ. ഇതുപോലൊരു കോഴ്സ് ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും ഇത് കിട്ടില്ല. ഇനി നമുക്ക് നല്ല ഉറപ്പുണ്ട്, ലോകത്തെവിടെയും ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നില്ല. പിന്നെ നടക്കുന്നുണ്ട്, ചിലരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് അമിതമായ പണം ഈടാക്കിയും പൈസ വാങ്ങിയിട്ടും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഫ്രീ ആയി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഫ്രീ ആയി കിട്ടുന്നതിന് മനുഷ്യന് വാല്യൂ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ഇവിടെ പങ്കെടുക്കുന്നവർക്ക് വാല്യൂ ഉണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിന്റെ ആവശ്യക്കാരാണ്. നിങ്ങൾ ആവശ്യക്കാരായതുകൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്.